ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ബേക്കറി സ്റ്റൈലിൽ കറുമുറ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്നാക്ക് ഉണ്ടല്ലോ, നിങ്ങളുടെ അവിടേക്ക് എന്താ പേര് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഞാനൊക്കെ പറയാറ് കുട്ടിക്കേക്ക് എന്നൊക്കെയാണ്. നമ്മുടെ ഇവിടെ തന്നെ പല പേരിലും പലരും പറയാറുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങളുടെ അവിടേക്ക് എന്താ പേര് പറയാമെന്ന് ഇത് കണ്ടതിന് ശേഷം പറയണം. നല്ല കറുമുറയായിട്ട് കുറിക്കാൻ പറ്റിയിട്ടുള്ള ഈ അടിപൊളി സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് ഐഫോൺ യൂസേഴ്സിന് പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ആപ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഫോട്ടോ കൊളേജ് കൊളാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിഡിലൻ ഫോട്ടോ എഡിറ്റിംഗ് ആപ്പാണ്. 100% ഫ്രീ ആയിട്ടുള്ളൊരു ആപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഫോട്ടോ എഡിറ്റിങ്, കോളേജ് മേക്കർ, ഗ്രാഫിക് ഡിസൈനിങ്, അങ്ങനെ എല്ലാം ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരൊറ്റ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പിന്നെ ഇതിൽ സ്പെഷ്യൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേറെ ആപ്പൊന്നും നമുക്ക് യൂസ് ചെയ്യാതെ തന്നെ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവറിനുള്ള പ്രത്യേക ടൂള് തന്നെയുണ്ട്. ഒരൊറ്റ ക്ലിക്ക് ചെയ്താൽ മതി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് വെക്കാം, ടെക്സ്റ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഒരു ആപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പെട്ടെന്ന് തന്നെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എൻജോയ് ചെയ്യൂ. ഇനി നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അവിടെ ഞാൻ 250 ml ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പില്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിന് എടുത്താലും മതിയിട്ട്, എല്ലാം സെയിം രീതിയിലെടുത്താൽ മതി. മൈദ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതിയായിട്ട് പഞ്ചസാര എടുക്കുക. പൊടിക്കാത്ത പഞ്ചസാര 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെയും പകുതിയായിട്ട് 1/4 കപ്പ് റവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും 2 നുള്ള് ബേക്കിംഗ് സോഡയുമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. മൈദ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി പഞ്ചസാര എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി റവ, പിന്നെ 2 മുട്ടയും പിന്നെ ഒരു 3 ഏലക്കായ കൂടെ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ മൈദ 1 കപ്പ്, 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, 1/4 കപ്പ് റവ. ഓക്കെ, ഇനി നമുക്കിത് മാവ് ഒന്ന് കുഴച്ചെടുക്കണം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിന് വേണ്ടി മൈദ ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര പക്ഷേ ഈ ഒരു സമയത്തല്ല കേട്ടോ ചേർക്കേണ്ടത്, അതെനിക്ക് പറ്റിയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. അത് നമുക്ക് മുട്ട ചേർക്കുന്ന സമയത്താട്ടോ ചേർക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാതെ ചേർത്ത് പെട്ടുപോയതാണ്. ഓക്കെ, കുഴപ്പമില്ല, എന്നാലും അങ്ങനെ ചെയ്യണ്ട. ഈ ഒരു സമയത്ത് മൈദയും റവയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും പിന്നെ 2 നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്തു. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെക്കുക. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഈ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള പഞ്ചസാര ചേർക്കേണ്ടത് കേട്ടോ. ഇതിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് മെൽറ്റ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ ചേർക്കുക കേട്ടോ. എൻ്റെ മിസ്റ്റേക്ക് നിങ്ങൾ മാറ്റിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ഏലക്കായ കൂടെ ചേർത്തിട്ട്, ഏലക്കായുടെ സീഡ്സ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു പൊടികളുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. പിന്നെ മുട്ട ചില മുട്ട നല്ല വലുതായിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് കറക്റ്റാണ്. അപ്പോൾ ഒരുപാട് മുട്ട ഉണ്ടെങ്കിൽ മുട്ടയുടെ വലുപ്പം കൂടുന്നതനുസരിച്ച് ഇതിങ്ങനെ ലൂസ് ഒട്ടിപ്പിടിക്കുന്ന പരുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാടൊന്നുമല്ല, കുറച്ച്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിരുന്ന വരെ കുഴച്ചെടുക്കണം. എന്നിട്ടൊരു 1-2 മണിക്കൂർ നമുക്കൊരു ഓയിലൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ 2 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എവിടെയാണോ വെച്ചിട്ടാണോ പരത്തിയെടുക്കുന്നത് അവിടെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇതിൽ പഞ്ചസാരയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് എന്താ പറയുക, കുറച്ചൊന്ന് ആ ഒരു ഇതിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ഓയിലാക്കിയതാണ്. എന്നിട്ട് കൈ വെച്ചിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് ഇങ്ങനെ പരത്തിയെടുക്കുക. ഒരുപാട് തിന്നാവരുത്, എന്നാൽ ഒരുപാട് കട്ടി ഉണ്ടാവരുത്. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് വലുതായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നത്. കുറച്ച് കട്ടി വേണം കേട്ടോ, എന്നാൽ നല്ല തിന്നാവുകയും ചെയ്യരുത്. എന്നിട്ട് ഇതുപോലെ ഏകദേശം ഒരു ചതുരത്തിലൊന്ന് പരത്തിയെടുത്തതിന് ശേഷം 4 ഭാഗവും ഇതുപോലെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് വീണ്ടും നമ്മളൊന്നുകൂടെ പരത്തുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതാ കത്തി വെച്ചിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കട്ട് ചെയ്യുന്ന വലിപ്പമായിരിക്കില്ല, ഓയിലിടുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാര ചേർത്തുകൊണ്ട് തന്നെ ചെറിയൊരു ഒട്ടലുണ്ടാവും, എന്നാലും കുഴപ്പമൊന്നുമില്ല, അത് എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഭാഗത്ത് ക്രോസായിട്ടും കട്ട് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ വലുപ്പം ഓയിലിലേക്ക് ഇടുന്ന ആ ഒരു പരുവ് നിങ്ങൾക്ക്
മനസ്സിലാവുമല്ലോ എത്ര ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു കുട്ടിക്ക് ഈ ഒരു കേക്കിൻ്റെ ഈ ഒരു സ്നാക്കിൻ്റെ എന്താ പറയുക വലിപ്പം നമുക്ക് ഏകദേശം അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് എടുക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ, ഈ ഒരു ഒറ്റൽ കാരണം. എന്നാലും കുഴപ്പമൊന്നുമില്ല. അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പാത്രത്തിലേക്ക് വെച്ചാൽ മതി. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുത്താലും അത് ഒട്ടി പിടിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ ഇതും ഓരോ ഭാഗത്തേക്കാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതാ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഓയിൽ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കുക. നല്ല ചൂടായതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക കേട്ടോ. ചൂട് ഫ്ലെയിമിൽ എന്താ പറയുക, ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ പുറം ഭാഗം നല്ല പെട്ടെന്ന് തന്നെ അത് കളറൊക്കെ ചേഞ്ചായി നമുക്ക് ആയി എന്നൊക്കെ തോന്നും. പക്ഷേ എടുക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5-6 മിനിറ്റ് സമയം എടുത്തിട്ട് 5-6 മിനിറ്റ് ടൈം എടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗമൊക്കെ നല്ല വെന്തിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതാ ഇത് ഞാനിങ്ങനെ ഓയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് 2 സൈഡ് ഈ ഒരു കളറാകുമ്പോൾ ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഈ ഒരു നമ്മൾ ഓയിലിൽ നിന്ന് കോരിയെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഒന്ന് തണുത്ത ശേഷമാണ് നല്ല കറുമുറായിട്ട് കഴിക്കാൻ പറ്റുക. എടുത്ത ഉടനെ ഉൾഭാഗം കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, തണുത്ത ശേഷം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ 5-6 മിനിറ്റിൽ അധികം ഒന്നും ചെയ്യണ്ട. ഒരു 10 മിനിറ്റ് 12 മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് നല്ല ഹാർഡായി പോകും കേട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്ക്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തിട്ടും ടൈം എടുത്ത് ചെയ്തിട്ടൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഹൈ ഫ്ലെയിമിൽ ഇട്ടപ്പോൾ ഉൾഭാഗം വന്നില്ല. നല്ല എന്താ പറയുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കറക്റ്റ് 5-6 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10-12 മിനിറ്റൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ഹാർഡായി പോകും, നമുക്ക് കടിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോവുകയും ചെയ്യും കേട്ടോ. 5-6 മിനിറ്റിനുള്ളിൽ ആക്കി എടുത്താൽ നല്ല കറക്റ്റ് പരുവായി കിട്ടും. നമ്മുടെ ബേക്കറി സ്റ്റൈലിൽ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്